ഡെയിലി 3 പ്രാവശ്യമൊക്കെ പല്ല് തേക്കാറുണ്ട്, പക്ഷേ എന്നിട്ടും മീൻസ് വായിക്കകത്ത് സ്മെല്ലുണ്ടാവുന്നു എന്ന് പറയും. അതായത് നമ്മൾ ബാഡ് സ്മെൽ അല്ലെങ്കിൽ ഹാലിറ്റോസിസ് എന്നാണ് അതിന് പറയാറ്. അപ്പോൾ പല കാരണങ്ങൾ കൊണ്ടാണ് ഈ വായുടെ ഉള്ളിൽ നാറ്റം ഉണ്ടാകുന്നത്. അത് വൃത്തിയായിട്ട് ബ്രഷ് ചെയ്യാത്തത് കൊണ്ടാണ് എന്ന് നിർബന്ധമില്ല. ഒരു കാര്യമെന്ന് പറയുന്നത് ചില ഫുഡുകൾ, നമ്മൾ കഴിക്കുന്ന ചില ഭക്ഷണങ്ങൾ നമ്മുടെ വായിക്കകത്ത് ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം ഈ ഭക്ഷണ പദാർത്ഥങ്ങൾ അറിയാൻ നമ്മളുടെ ബാക്ടീരിയകളാൽ നമ്മുടെ വായ്ക്കുള്ളിൽ തന്നെ വെച്ചിട്ടത് ചെറിയ ചെറിയ പീസാക്കി മാറുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള പീസുകൾ നമ്മുടെ പല്ലുകൾക്കിടയിൽ കുടുങ്ങിക്കിടന്നാൽ അത് ചിലപ്പോൾ സ്മെല്ലിന് കാരണമാകാം. അതുപോലെ തന്നെ ചില ഭക്ഷണ സാധനങ്ങൾ, പ്രത്യേകിച്ച് ഇപ്പോൾ നമ്മൾ വെളുത്തുള്ളി, ഗാർലിക്, അതുപോലെ തന്നെ ഒണിയൻ, അതൊക്കെ കഴിക്കുമ്പോൾ ചിലപ്പോൾ ഒരു സ്മെല്ല് ചിലപ്പോൾ നമുക്ക് വായ്ക്കകത്ത് ഉണ്ടാകുന്നതായിട്ട് കാണാറുണ്ട്. അപ്പോൾ അങ്ങനെ ആ ഭക്ഷണങ്ങൾ കഴിക്കുമ്പോൾ കൂടുതലായിട്ട് പ്രശ്നങ്ങളുണ്ടെന്ന് തോന്നുന്നവർക്ക് തീർച്ചയായിട്ടും അങ്ങനെ ആവശ്യമെങ്കിൽ അങ്ങനത്തെ ഭക്ഷണങ്ങൾ നമുക്ക് ഒഴിവാക്കാം. നമ്മൾ കറക്റ്റായിട്ട് ബ്രഷ് ചെയ്യുന്നില്ല എന്നുള്ളത് തന്നെയാണ്. കാരണം കറക്റ്റായിട്ട് ബ്രഷ് ചെയ്യാതിരുന്നാൽ നമ്മളുടെ പല്ലിൻ്റെയും മോണയുടെയും ഇടയിൽ അഴുക്കുകൾ അടിയാനും അതുവഴി ഈ അഴുക്കിൽ കംപ്ലീറ്റ് ആയിട്ട് ബാക്ടീരിയകളാണ് ഉള്ളത്. അപ്പോൾ അതുവഴി നമ്മുടെ മോണയ്ക്ക് ചെറുതായിട്ടുള്ള ഇൻഫെക്ഷൻ വരാനും അതുവഴി സ്മെല്ലുണ്ടാവാനുമുള്ള സാധ്യതയുണ്ട്. ഇത് നമ്മുടെ വായ്ക്കകത്ത് കേടുള്ള പല്ലുകളുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇൻഫെക്ഷൻ, പഴുപ്പൊക്കെയുള്ള പല്ലുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ബാഡ് ബ്രെത്തിന് കാരണമാണ്. ഇത് നമ്മൾ കറക്റ്റായിട്ട് നാവ് ക്ലീൻ ചെയ്യാതിരിക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് വായുനാറ്റം ഉണ്ട് എങ്കിൽ അത് നിങ്ങൾ പല്ല് തേക്കാത്തതാണ് എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കേണ്ട കാര്യമില്ല.